പറയുന്ന വാക്കുകളിലൊക്കെ തന്നെ നിലാവിൻ്റെ വെളിച്ചം തൂവി കണ്ണിനും കാതിനും കുളിർമയേകുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഒരു കുരുത്തക്കേട് കാണിച്ച് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങി ഓടുന്ന പെണ്ണിൻ്റെ പൊലിമയല്ലായിരുന്നു കാണാൻ സാധിച്ചത്. പകരം ഒരു വലിയ റോളിലേക്കുള്ള പകർനാട്ടം പോലെ എന്തോ ഒന്നായിരുന്നു. സ്നേഹിക്കാൻ അവളെപ്പോലെ അവൾ മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെ പറയുമ്പോഴും മറ്റാരും അവിടെ ആ റോള് ചെയ്യേണ്ട എന്നവളുടെ അടങ്ങാത്ത വാശിയായിരിക്കണം ചങ്കിനകത്ത് രാവും പകലും രാത്രിയും പറ്റിപ്പിടിച്ചങ്ങനെ നിൽക്കുന്നത്. പൈങ്കിളി കഥകളിൽ എടുത്താൽ പൊന്താത്ത ട്വിസ്റ്റുകൾ നോക്കി പലരും പലയിടത്തും പറയാറുണ്ട്, ഇതൊക്കെ വായിക്കാൻ കൊള്ളാം, റിയൽ ലൈഫിൽ എൻ്റെ അമ്മോ എന്ന്. കാമുകിയെപ്പറ്റി എത്ര തന്നെ വർണ്ണിച്ചെഴുതിയാലും പറഞ്ഞാലും വായിക്കുന്നവനും കേൾക്കുന്നവനും ആസ്വദിക്കുന്നവനും അത് പോരാതെ വരും. എന്നാൽ ഭാര്യയെപ്പറ്റി പറഞ്ഞാൽ മാത്രം നെറ്റിച്ചുളിയുന്നത് എങ്ങനെയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ വലിയ റിസ്കുകളുള്ള റോളാവും അവൾ ചെയ്യുന്നത് തന്നെ. അന്നേവരെല്ലാവരിലേക്കും സ്നേഹത്തോടെ പറന്നെത്തി ഒരു പൂമ്പാറ്റയെ പോലെ പാറിക്കളിച്ച അവളുടെ ചിറകിൽ പെട്ടെന്ന് നൂലുകോർത്ത പോലെ എല്ലാത്തിൽ നിന്നും ചുരുങ്ങിപ്പോയതിൻ്റെ കാരണം എന്തായിരിക്കും? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാവുന്നു ഭാര്യ എന്ന ഗാനം ഒരുപക്ഷെ അതിനേക്കാൾ ഹിറ്റായത് അതിൻ്റെ പാരഡി ആയിരിക്കണം. എന്നാൽ കാമുകിയുടെ എൻ്റെ കിതാബിലെ പാട്ടെല്ലാം അതേപോലെ ഇന്നും മലയടിക്കുന്നു. കാമുകന് കാമുകിയെപ്പറ്റി എഴുതാമെങ്കിൽ എന്തുകൊണ്ട് അനുവദനീയമായ രീതിയിൽ ഹലാലാക്കപ്പെട്ട ഭാര്യയെപ്പറ്റി എഴുതിക്കൂടാ, പറഞ്ഞുകൂടാ? അതിൽ യാതൊരു ന്യൂനതയുമില്ല. കല്യാണം കഴിഞ്ഞാൽ കുടുങ്ങിയാളി എന്ന വാക്കോടൊപ്പം വൈവാഹിക ജീവിതത്തിലെ പ്രയാസങ്ങളെപ്പറ്റി വാതോരാതെ വായിക്കുന്ന നമ്മൾക്ക് അതിൻ്റെ നല്ല വശങ്ങളും നന്മവശങ്ങളും നോക്കേണ്ട ബാധ്യത കൂടിയുണ്ട്. ഞാൻ ഹാപ്പിയാണടാ എന്നൊരു ഭർത്താവ് പറയുന്നത് അപൂർവമായിരിക്കും. യഥാർത്ഥത്തിൽ അവൻ സന്തുഷ്ടനാണെങ്കിൽ പോലും. കാരണം അപ്പോഴും പറയുക, ഹോ വല്ലാത്ത കടുകട്ടി തന്നെയാണ് എന്നാവും. കാരണം നന്ദി കെട്ടവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരനുഗ്രഹം ഇല്ലാതാവുമ്പോൾ മാത്രമേ അവനതിൻ്റെ വില തിരിച്ചറിയുകയുള്ളൂ. കാരണം എപ്പോഴും മോഹങ്ങളുടെ പുറത്താണ് അവൻ സഞ്ചരിക്കുന്നത്. ഓരോ അനുഗ്രഹം ലഭിക്കുമ്പോഴും അതിനപ്പുറമുള്ള ലഭിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ലഭിച്ച അനുഗ്രഹത്തിൽ അവൻ തൃപ്തനാവുകയോ അതിൻ്റെ രുചി അനുഭവിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് ആവലാതിയാണ്. അവൾ മരിച്ചിട്ടല്ലാതെ അവളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയില്ല. തന്നിൽ നിന്ന് അവൾ വേർപെട്ട് കഴിയുമ്പോൾ അവൻ അവളുടെ നന്മകളും മഹത്വവും ഓർക്കുകയും അറിയുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു പ്രണയകഥ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റോമിയോ ആൻഡ് ജൂലിയറ്റ് അല്ല നിങ്ങൾ വായിക്കേണ്ടത്. പ്രവാചകന്റെയും പ്രിയ പത്നി ആയിഷ ബീവിയുടെയും സംഭവബഹുലമായ വൈവാഹിക ജീവിതകഥയാണ് നിങ്ങൾ അതിന് തിരഞ്ഞെടുക്കേണ്ടത്. പ്രവാചകനേറെ സ്നേഹവും പ്രേമവുമുള്ള ഒരു ജീവിത പങ്കാളിയായിരുന്നു ആയിഷ ബീവി. പ്രവാചകനോടൊപ്പമുള്ള ഒരു ഭക്ഷണ സന്ദർഭം ആയിഷ ബീവി ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: ഞാൻ നബിയുടെ തൊട്ടടുത്തിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഏറെ ആനന്ദമുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെള്ളം കുടിക്കാൻ ഒരു കോപ്പയാണ് ഉണ്ടാവുക. ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകൻ എടുക്കും. ഞാൻ ചുണ്ടുവെച്ച അതേ സ്ഥലത്ത് പ്രവാചകനും ചുണ്ടുവെച്ച് കുടിക്കും. ഭക്ഷണ തളികയിലെ എല്ലോടുകൂടിയ വലിയ ഇറച്ചി കഷ്ണം ഞാൻ കടിച്ചെടുത്ത് അതേ സ്ഥലത്ത് നിന്ന് തന്നെ നബിയും കടിച്ചെടുക്കും. അതുപോലെ ഭക്ഷണ ഉരുളകൾ എൻ്റെ വായിലേക്ക് പകർന്നു തരുമായിരുന്നു. നമ്മളൊക്കെ ഐസ്ക്രീം ഒരെണ്ണം വാങ്ങി കാമുകിയുമായി ഷെയർ ചെയ്യും. എന്നാൽ വീട്ടിലൊരു റൂഹുണ്ട്, അവളോടൊപ്പം അങ്ങനെയൊക്കെ ചെലവഴിച്ച് നോക്കൂ. എന്നാലോ അന്നേരം നാട്ടുകാർ പറയാൻ തുടങ്ങും, ഓം പെൺകോന്തനാണെന്ന്. കൊള്ളാലോ വിളി. കാമുകിയെടുത്താണെങ്കിൽ ഫുൾ സപ്പോർട്ട്, എസ്കോട്ട്, വാരി കൊടുക്കാം, എടുത്ത് നടക്കാം, അതെല്ലാം നോ പ്രോബ്ലം. എന്നാൽ സ്വന്തം ഭാര്യയാണെങ്കിൽ അത് ഒലിപ്പീരി കേസാവും. ഭാര്യ ഒരു കടലാണെന്നേ ഞാൻ പറയൂ. അവളിലെ തിരകളൊക്കെയും നിനക്ക് വേണ്ടി മാത്രം രൂപപ്പെട്ടാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം. ചെറിയ ചെറിയ യാത്രകൾ അവളിലുണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് പരിധി കാണില്ല. ചിലപ്പോൾ അവൾ മൊഴിയുന്ന വാക്കുകളൊക്കെയും ജന്നാത്തിലെ റുമാൻ പഴത്തിൻ്റെ രസം കാണും. അവൾ ചിരിക്കട്ടെ, ആഗ്രഹങ്ങൾ പങ്കിടട്ടെ, ആഗ്രഹങ്ങൾ നിർത്താതെ പെയ്തോട്ടെ. ആ പേമാരിയിൽ ഒരു തുള്ളിയെങ്കിലും ആവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അത് മതിയടോ രണ്ടുപേർക്കുമിടയിലേക്ക് നാഥൻ്റെ നോട്ടം എത്തിപ്പെടാൻ. ഭാര്യ ഒരു ഹക്കാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയേക്കാൾ രസം തൂവുന്ന ശാന്തമായ കടൽ തിരകൾ പോലെ ഒരു തണുപ്പുള്ള കവിത. ആ കവിതയുടെ വാക്യത്തിൻ്റെ ഭംഗി പോലെ ഇരിക്കും ഹൃദയം മുതൽ ഹൃദയം വരെ സഞ്ചരിക്കുന്ന ജീവിതയാത്രയുടെ മൊഞ്ച്. ആ കവിതയാവട്ടെ രചിക്കുന്നവൻ നീയുമായിരിക്കും.